പറയടാ, ഗൗരി എങ്ങനെയാ മരിച്ചത്? ആത്മഹത്യയായിരുന്നു. ഇല്ല, അവൾ ആത്മഹത്യ ചെയ്യില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. നീ പറയില്ലല്ലേടാ. സിദ്ധു, ഒഴുകി പറ്റോളൂ. വേണ്ട വേണ്ട. പറയടാ, സത്യം പറഞ്ഞില്ലെങ്കിൽ നീ വെന്ത് ചാമ്പലാവും. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പറയാം, ഞാൻ സത്യം പറയാം. പറ. അന്ന് ഗൗരി മരിച്ചതിന്റെ തലേ ദിവസം അന്ന് നീ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പലതവണ നിന്നെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ വഴങ്ങിയില്ല. ഇന്ന് നീ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. 1 രൂപ മുതൽ മേൽപോട്ട് ആര് തന്നാലും തുണി ഉരിയുന്ന നിനക്ക് എന്നോട് മാത്രം ഒരു പാതിവൃത്യം അല്ലടി? തൊട്ടാൽ നീ എന്ത് ചെയ്യടി? ഇനി മിണ്ടരുത്, മിണ്ടരുതെന്നാ പറഞ്ഞത്. അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി ജെയിംസിന്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാൻ അത് ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാ SI എവിടെയുണ്ട്? ജെയിംസുമായി ചേർന്ന് കാർണിവൽ നടത്തുകയാണ്. കാർണിവൽ? അതെ, സിറിയക്കിനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. സിദ്ധു, എടുക്കണ വണ്ടി എടുക്കോ. ഓടിക്കടാ.
എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അനാഥയാക്കരുത് ഭരതേട്ട. ആരോരുമില്ലാത്ത എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഏറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കീഴടങ്ങി. ഈ മനുഷ്യൻ ഇന്ന് എന്റെ ഭർത്താവാണ്. റാണി, റാണി, ഭരതേട്ടാ, Ah.